അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഫത്ഹുൽ മുഈൻ പഠിതാക്കളെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറഞ്ഞു. ഒന്നാമത് ത്വഹാറത്താണ്. നമ്മൾ വുളൂഇനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത്. വുളൂഇൻ്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി വുളൂഇൻ്റെ ഫർളുകളാണ് പറയുന്നത്. വുളൂഇൻ്റെ ഫർളുകൾ ഒന്നാമത്തെ 6 ഒന്നാമത്തെ നിയ്യത്ത്. ഏത് അമലാണെങ്കിലും ഒന്നാമത്തെ റുക്കിന് നിയ്യത്ത് തന്നെ ആയിരിക്കും. ഷാഫി മദ്ഹബ് പ്രകാരം ഏത് അമൽ സ്വീകരിക്കപ്പെടണമെങ്കിലും അത് സ്വഹീഹ് ആവണമെങ്കിലും നിയ്യത്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ റുക്കിന് ഒന്നാമത്തെ ഫർള് നിയ്യത്ത് തന്നെയാണ്. എന്താ നിയ്യത്തൊക്കെ ഉള്ളത്? നിയ്യത്തു അദാഇ ഫർളി വുളൂഇൻ, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന്, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി വുളൂഇനെ ഞാൻ വീട്ടുന്നു എന്ന്. പക്ഷെ അത് ദായിമുൽ ഹദസായ നിത്യശുദ്ധിക്കാരനായ ഒരാൾക്ക് അങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റുന്നതല്ല. അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അവൻ്റെ അശുദ്ധി ഉയരുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ വുളൂ നിർബന്ധമായ ഏതെങ്കിലും കാര്യം, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്നോ, അല്ലെങ്കിൽ ഖുർആൻ തൊടാൻ വുളൂ നിർബന്ധമാണ്, ഖുർആൻ തൊടാൻ വേണ്ടിയിട്ട് എന്നോ, അങ്ങനെ ആ നിയ്യത്ത് വെക്കണം. ഖുർആൻ തൊടാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളൂവിനെ ഞാൻ കരുതുന്നു എന്ന് അവൻ എന്ത് ചെയ്യണം? മനസ്സിൽ കരുതേണ്ടതാകുന്നു. അപ്പോൾ ഖുർആൻ ഓതാൻ അവനക്ക് വുളൂ സുന്നത്താണ്, നിർബന്ധമില്ല ഖുർആൻ ഓതാൻ. അങ്ങനെ സുന്നത്തായ ഒരു കാര്യം പറഞ്ഞിട്ട് അവന് വുളൂ ചെയ്യാൻ പറ്റുന്നതല്ല, വുളൂ നിയ്യത്ത് വെക്കാൻ പറ്റുന്നതല്ല. ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ വുളൂവിനെ കരുതുന്നു എന്നുള്ളത് നിയ്യത്ത് വെക്കാൻ പറ്റുന്നതല്ല. കാരണം ഖുർആൻ ഓതാൻ നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. എന്താ കാരണം? നിയ്യത്ത് ഒന്നാമത്തെ റുക്കിന്, ഒന്നാമത്തെ ഫർദ് നിയ്യത്താവാൻ കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ആ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വേണമെന്നുണ്ട്. അടിസ്ഥാനത്തിലാണ് എല്ലാ അമലുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അമലുകളിലും ഒന്നാമത്തെ ഫർദ് നിയ്യത്താവുന്നത്. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഖത്തിന് കഴുകുമ്പോൾ, ആ മുഖം കഴുകുന്നതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് മുഖം കഴുകാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. മുഖം കഴുകാൻ തുടങ്ങുന്നതിൻ്റെ അത് കാരണം ഒന്നാമത്തെ വുളൂഇൽ ഒന്നാമത് കഴുകേണ്ടത് മുഖമായതുകൊണ്ട് ആ മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നിയ്യത്ത് വെക്കേണ്ടത്. അപ്പോൾ ഒരാൾ വുളൂ ചെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ആ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന സമയത്താണ് നിയ്യത്ത് വെക്കേണ്ടത്. പിന്നെ ആ നിയ്യത്താണ് ഇങ്ങനെ അവസാനം വരേക്കും ഉണ്ടാവുക. അഞ്ഞിപ്പോൾ ഒരാൾ ഇവിടെ അടിയിൽ മോൾക്കാണ് എന്ത് ചെയ്ത് മുഖം കഴുകുന്നത് വെക്കാം. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാം? വെള്ളം വെക്കുമ്പോഴാണ് അവൻ നിയ്യത്ത് വെക്കേണ്ടത്, എന്നിട്ട് ബാക്കി കഴുകേണ്ടതാകുന്നു. ഏറ്റവും അഫ്ദലായ രൂപം മുകളിൽ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ കഴുകലാകുന്നു ഏറ്റവും നല്ല രൂപം എന്നുള്ളതാണ്. ഏതായാലും മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്താണ് അവൻ നിയ്യത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരാളിങ്ങനെ മുഖം കഴുകാൻ തുടങ്ങി പകുതി എത്തിയപ്പോഴാണ് അവനെ നിയ്യത്ത് വെച്ചത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടിവരേക്കുള്ള ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ അവന് നിയ്യത്തിൽ വന്നിട്ടുള്ളൂ. അവൻ അതിന് മുകൾ മുതൽ ഈ പകുതി വരേക്കുള്ളത് വീണ്ടും കഴുകേണ്ടതാകുന്നു. കാരണം അത് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് കഴുകിയതാണ്. നിയ്യത്ത് വെച്ചതിന് ശേഷം ഇതിനടിയിൽ മാത്രമേ കഴുകിയിട്ടുള്ളൂ. അതുകൊണ്ട് മുകൾ ഭാഗം വീണ്ടും കഴുകേണ്ടതാകുന്നു. അപ്പോൾ മുഖത്തിൻ്റെ നിയ്യത്ത് മുഖം കഴുകുന്നതിന് തുടക്കത്തിലാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ മുൻകൈ കഴുകും, അതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിച്ച് മുക്കിൽ വെള്ളം കയറ്റിച്ച് മദ്മദത്തും ഇസ്തിൻഷാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നിയ്യത്തോ അത് ഏറ്റവും നല്ലത് മുൻകൈ കഴുകുന്ന സമയത്ത് വുളൂഇൻ്റെ സുന്നത്തുകളെ കരുതുക. വുളൂഇൻ്റെ സുന്നത്ത് എന്ന് കരുതുക. അങ്ങനെ കരുതിയിട്ട് മുൻകൈ കഴുകുകയും അതുപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുക അല്ലെങ്കിൽ ഇസ്തിൻഷാക്കും മദ്മദത്തൊക്കെ ചെയ്യുക. എന്നിട്ട് മുഖം കഴുകുന്ന നേരത്ത് ഫർളായ മുഖം കഴുകുന്ന സമയത്ത് വുളൂഇൻ്റെ ഫർദിനെ അല്ലെങ്കിൽ വുളൂ എന്ന ഫർദ് വിട്ടുന്നു എന്നുള്ളതും കരുതുക. അങ്ങനെ ആകുമ്പോൾ രണ്ടിന് കൂലി കിട്ടും. സുന്നത്തിൻ്റെ കൂലിയും കിട്ടും, പിന്നെ ഫർദിൻ്റെ കൂലിയും കിട്ടും. നേരെ മറിച്ച് തുടങ്ങുമ്പോൾ തന്നെ മുൻകൈ കഴുകുമ്പോൾ തന്നെ അവൻ വുളൂഇൻ്റെ ഫർദ് എന്ന് കരുതിയാൽ ഉള്ള പ്രശ്നം, അവൻ വായിൽ ഇങ്ങനെ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് മദ്മദത്തിൻ്റെ സമയത്ത് ചുണ്ടിന് പുറത്തേക്കെങ്കിലും വെള്ളമായി കഴിഞ്ഞാൽ അപ്പോൾ അവൻ്റെ മുഖം കഴുകുന്നത് തുടങ്ങലായി. മുഖം കഴുകും, കാരണം മുഖത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണല്ലോ ചുണ്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. അവിടേക്ക് വെള്ളമായി കഴിഞ്ഞാൽ മുഖം കഴുകലായി. അപ്പോൾ നേരെ മുഖം കഴുകൽ കൊണ്ട് തുടങ്ങുന്നത് പോലെയാകും. അതിനു മുമ്പുള്ള മദ്മദത്തിൻ്റെയും ഇസ്തിൻഷാക്കിൻ്റെയും കൂലി അവൻക്ക് മിസ്സാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആദ്യം മുൻകൈ കഴുകുമ്പോഴും മദ്മദത്ത് ഇസ്തിൻഷാക്കിൻ്റെ സമയത്തൊക്കെ വുളൂഇൻ്റെ സുന്നത്തിനെ കരുതുകയും മുഖം കഴുകുന്ന സമയത്ത് വുളൂഇൻ്റെ ഫർദിനെ കഴുകുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സുന്നത്തിൻ്റെയും ആ ഫർദിൻ്റെയും കൂലി അവനക്ക് കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒന്ന് നിയ്യത്ത് എന്ന് പറഞ്ഞു, രണ്ടാമത്തത് മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖത്തിൻ്റെ പരിധി അവിടെ പറയുന്നുണ്ട്. വഹുവ മാ ബൈന മനാബിത്ത് റഅ്സിഹി വതഹ്ത മുൻതഹി ലിഹിയഹി. മുടി മുളക്കുന്നത് മുതൽ, മനുഷ്യന് മുടി മുളക്കുന്ന ഒരു ഏരിയ ഉണ്ടാകും, അത് മുതൽ ഈ താടിയെല്ലിൻ്റെ അടിവരേക്കുമാകുന്നു നീളത്തിൽ.
വീതിയിലാണെങ്കിൽ മാ ബൈന ഉദ്നൈഹി, ഈ ചെവിൻ്റെ ഒരു ഇതുണ്ടാവും, ആ രണ്ടിൻ്റെ ഇടയിലാകുന്നു, ഈ ഒരു ഏരിയയിലാകുന്നു മുഖം എന്ന് പറഞ്ഞാൽ. ആ മുഖത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാം അവൻ കൈകൾ നിർബന്ധമാകുന്നു. പുരുകമാവട്ടെ, അവൻ്റെ ഈ പീളകളാകട്ടെ, അല്ലെങ്കിൽ അവന് മുഖത്തുണ്ടാകുന്ന താടിയൊക്കെ ആണെങ്കിലും, പിന്നെ മീശ, അങ്ങനെ എന്തൊക്കെ വേറെ എന്തെങ്കിലും രോമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൈകൾ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. തിങ്ങിയ താടിയൊക്കെ ഉണ്ടെങ്കിൽ ആ താടിയുടെ മുകളിൽ കൈകൾ നിർബന്ധമാണ്. തിങ്ങിയ താടിയല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൈകൾ നിർബന്ധമാണ്. തിങ്ങിയ താടികളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൈകൾ സുന്നത്താകുന്നു എങ്കിൽ അതിന് മുകളിൽ കൈകൾ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. ഇനി മുഖത്തിൻ്റെ പരിധി നമ്മൾ പറഞ്ഞു, ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ കൈകൾ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കൈ രണ്ടും കൈക എന്നുള്ളതാണ്. വസ്ലു യദൈഹി മഅൽ മിർഫഖൈഹി ബിമിർഫഖൈഹി, എന്നാൽ മുട്ട് ഉൾപ്പെടെ കൈകണം എന്നുള്ളതാണ്. കൈ കഴുകുമ്പോൾ മുട്ട് ഉൾപ്പെടെ കഴുകണം എന്നുള്ളതാണ്. ഇനി നാലാമത്തത് തല തടവുക എന്നുള്ളതാണ്. തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ഉള്ളത്. ഷാഫി മദ്ഹബ് പ്രകാരം വെള്ളത്തിന് കൈമുക്കിയതിനു ശേഷം തലയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്ത് ചെയ്യാൻ തടവാം. മുടി തടവലല്ല, തല തടവലാകുന്നു എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നൊരു മുടി ഇങ്ങനെ എടുത്തിട്ട് അടിയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ തടവിയാൽ അത് ശരിയാവുന്നതല്ല. അല്ലെങ്കിൽ തലയിൽ നിന്നൊരു ഒരു മുടി ഇങ്ങനെ ഒന്നിച്ചിട്ട് അതൊന്ന് തടവിയാൽ അത് ശരിയാവുന്നതല്ല. തലയുടെ പരിധിയിൽ വരുന്ന മുടികൾ തടവണം എന്നുള്ളതാണ്. തലയുടെ അതിന് എന്തിനത് ഇവിടെ സൈഡിലെ ഈ ചെവിൻ്റെ ബാക്കിലുള്ള ഭാഗമാണെങ്കിലും കുഴപ്പമില്ല, തലയുടെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും മുടി ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് മുടിയൊന്നുമില്ല, അയാൾ മുട്ടടിച്ചതാണ്, അല്ലെങ്കിൽ എന്തിനത് കഷണ്ടിയാണെന്നൊക്കെ, എന്നാലും ആ തലയുടെ പരിധി ഉണ്ടാകും, ആ പരിധിയിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരമൊക്കെ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിലൊക്കെ തലയുടെ 4 ഭാഗമെങ്കിലും, നല്ലൊരു മുർദാവിൻ്റെ ഭാഗമെങ്കിലും തടവൽ നിർബന്ധമാകുന്നു എന്നാണ്. മാത്രമല്ല മാലിക് മദ്ഹബിലൊക്കെ തല മുഴുവനായിട്ടും തടവണം എന്നുള്ളതൊക്കെയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്താണ് തല മുഴുവൻ തടവൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ സുന്നത്തിൻ്റെ അവിടെ പറയും തല മുഴുവൻ തടവൽ സുന്നത്താകുന്നു എന്നുള്ളത്. ഏറ്റവും നല്ലത് തല മുഴുവൻ തടവുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ എല്ലാവരും അഭിപ്രായ പ്രകാരവും അത് ശരിയാവുന്നതാണ് എന്നാണ്. അഞ്ചാമത്തത് കാൽ രണ്ടും കഴുകണം. നെരിയാണി ഉൾപ്പെടെ കാല് രണ്ടും കഴുകുക എന്നുള്ളതാകുന്നു. ഇനി നമ്മൾ പറഞ്ഞത് മുഖം കഴുകുന്നിടത്തും അതുപോലെ തന്നെ ഈ കൈ കഴുകുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മുഖം കഴുകുമ്പോൾ ഇതിൻ്റെ പരിധി പറഞ്ഞത് ഈ മുടി മുളക്കുന്നത് മുതൽ താടിയൽ വരെയാണ്, അല്ലെങ്കിൽ ചെവിൻ്റെ രണ്ട് ചെവിക്കുന്ന് മുതൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ മുഖം കഴുകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കയറ്റി കഴുകൽ നിർബന്ധമാകുന്നു, കുറച്ച് കയറ്റി കഴുകൽ, എന്നാലേ നമ്മൾ ഈ പരിധിയും കൂടി ഉൾക്കൊള്ളുകയുള്ളൂ. കാരണം നമ്മൾ ഇതികൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഈ ഒരു ഈ മുടി മുളക്കുന്നൊരു ഭാഗം തട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള സംശയം ഉണ്ടാവും. ആ സംശയം വരാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് കയറ്റി കഴുകൽ നല്ലതാകുന്നു. കയറ്റി കഴുകിയാൽ അത് കയറ്റി കഴുകൽ നിർബന്ധമാകുന്നു. കാരണം കയറ്റി കഴുകിയാലേ ആ ഒരു ഏരിയയും കൂടി നനഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മുട്ട് ഉൾപ്പെടെ കഴുകുന്ന സമയത്ത് മുട്ടിൻ്റെ കുറച്ച് മുകളിലെ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാം, കഴുകൽ നിർബന്ധമാണ്. എന്നാൽ ഈ മുട്ടുകൂടി ഉൾപ്പെടെ കഴുകി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ കഴുകി കഴിഞ്ഞാൽ ആ മുട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നത് ഉറപ്പിക്കാൻ പറ്റില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ എക്സ്ട്രാ കുറച്ചുകൂടി കഴുകൽ നിർബന്ധമാകുന്നു. അത് ഫിഖിലുള്ളൊരു തിയറി പ്രകാരം അങ്ങനെ തന്നെയാണ്. മാലായത്തിമിൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഈ വാജിബ് വീഴണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കയറ്റി കഴുകണം, എങ്കിൽ ആ കുറച്ചുകൂടി കയറ്റി കഴുകൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. കാരണം മുട്ട് ഉൾപ്പെടെ കഴുകാം എന്നുള്ളതാണ്. ആ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് കഴുകണം എന്നുള്ളതാണ്. മുഖം മുഴുവനായിട്ട് കഴുകുന്ന ഉറപ്പ് വരുത്തണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറച്ച് പരിധിയും കൂടി ഇങ്ങനെ കയറ്റി കഴുകൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 റുക്കുനുകൾ പറഞ്ഞു. അഞ്ചാമത്തത് നമ്മൾ 5 പറഞ്ഞു. അഞ്ചാമത്തെ കാല് കൈകൾ നമ്മൾ പറഞ്ഞു. ഇനി ആറാമത്തെ തെർത്തീബാകുന്നു. തെർത്തീബ് അതിന് മുമ്പായി 1-2 മസലകൾ ഇതിൽ പറയുന്നു. ഒരാൾ കാലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ വുദൂഇൻ്റെ അവയവങ്ങളിലൂടെയെങ്കിലും മുള്ളൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുള്ള് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് പറിച്ച് ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയണം, കാരണം ആ ഒരു ഏരിയയിൽ വെള്ളം തട്ടുന്നതല്ല. നേരെ മറിച്ചത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അങ്ങനെ പുറത്തേക്ക് കാണാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, അതിന് മുള്ളിലൂടെ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ആ അവയവത്തിൽ വെള്ളം ആകുമെന്നുള്ളതാണ്. പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള മുള്ളുകളൊക്കെ ആണെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾ കുളി നിർബന്ധമായ ഒരാൾ കുളിക്കുന്ന സമയത്ത് അയാളുടെ മുടിയൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ കെട്ടി കുടുങ്ങിയിട്ടുണ്ട്, ആ മുടിൻ്റെ എല്ലാ ഉള്ളിലേക്കും വെള്ളം പ്രവേശിക്കുന്നില്ല. അത് കെട്ടയക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ കെട്ടയച്ചിട്ട് തന്നെ കുളിക്കേണ്ടതാകുന്നു. ഒരാളുടെ എന്ത് ചെയ്യുന്നത് കെട്ടയക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം മുടിയൊക്കെ കെട്ടി കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിലൂടെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഓരോന്ന് കെട്ടയച്ചുള്ളിലേക്ക് വെള്ളമാക്കണം നിർബന്ധം ഇല്ല എന്നുള്ളതാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ ആറാമത്തെ ഷർത്ത്, നമ്മൾ ആറാമത്തെ റുക്കിന് തെർത്തീബ് എന്നുള്ളതാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ അതേ ഒരു ഓർഡറിൽ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം അയാൾ വുളു എടുക്കുന്ന ആൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ച ഉടനെ തന്നെ മുഖം കഴുകുക, അതുപോലെ തന്നെ പിന്നെ കൈ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാല് കഴുകുക എന്നുള്ളതാണ് ഈ ഒരു വുളുവിൻ്റെ ഓർഡറിലുള്ളത്. ഒരാൾ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല, അവനക്ക് തർത്തീബിൽ നിർബന്ധമില്ല. അവന് പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ അല്ലെങ്കിൽ 2 കൊല്ലത്തുള്ള ഏതെങ്കിലും ഒരു വെള്ളത്തിൽ അവൻ നേരിട്ട് മുങ്ങി വുളുവിൻ്റെ നിയ്യത്തോടു കൂടെ വെള്ളത്തിൽ മുങ്ങി അവന് പൊന്തി, അവനക്ക് വുളു കിട്ടുന്നതാകുന്നു. അതിന് തെർത്തീബിൻ്റെ ആവശ്യമില്ല. തെർത്തീബ് കിട്ടാനുള്ള സമയവും അവന് മുങ്ങേണ്ട ആവശ്യമില്ല. 1 സെക്കൻഡോ 2 സെക്കൻഡോ മാത്രം മുങ്ങി പൊന്തിയാലും അവനക്ക് വുളു കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഇനി വെള്ളത്തിൽ മുങ്ങി കുളിക്കല്ല, ഒരാൾ വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യും പാർന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പാട്ടയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഷവറിലൊക്കെ ഇങ്ങനെ പാർന്നിട്ടാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വുളുവിന് തെർത്തീബ് എന്ത് ചെയ്യാൻ പാലിക്കുന്ന നിർബന്ധമാകുന്നു. എന്നാൽ മുഖം കഴുകി കായ് കഴുകി ആ രീതിയിൽ തന്നെ അവന് തെർത്തീബ് പാലിക്കുന്ന നിർബന്ധമാകുന്നു. ഇനി ഒരാൾക്ക് ഹദസുണ്ടായി, ജനാബത്തുണ്ടായി, കാരണം ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിക്കൽ നിർബന്ധമാണല്ലോ. എങ്കിൽ കുളിയുടെ നെയ്യത്തോടു കൂടി അവൻ കുളിച്ചാൽ തന്നെ അവനക്ക് വുളു കിട്ടുന്നതാണ്. വലിയ അശുദ്ധിയുള്ള ഒരാൾ വലിയ അശുദ്ധിയെ വീട്ടാൻ വേണ്ടി അവൻ നിർബന്ധ കുളിക്കുമ്പോൾ ആ നിർബന്ധ കുളിക്കുന്നതോടുകൂടെ തന്നെ അവനക്ക് വുളുവും കിട്ടുന്നതാകുന്നു. വുളു വേറെ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി വരുന്ന മസല, ഒരാൾ വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വുളു എടുക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു അവയവം കേൾക്കുകയോ ഇല്ല എന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ വുളു എടുക്കുന്നതിനിടയിലാണ്, എന്നാൽ മുഖം കേകി കൈ കേകി പിന്നെ തല തടവി കാല് കേൾക്കുന്ന സമയത്താണ് അവനക്ക് സംശയം കൈ കേൾക്കിയിട്ടുണ്ടോ ഇല്ല എന്ന സംശയം വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? കൈ കേൾക്കുകയും അതിന് ശേഷമുള്ളതും കൈ കേൾക്കണം, അതിന് ശേഷമുള്ളത് തല തടവുകയും പിന്നെ കാല് കേൾക്കലും അവന് ശേഷമുള്ളതും ചെയ്യണം എന്നുള്ളതാണ്. ഏത് അവയവത്തിലാണ് സംശയമുള്ളത് ആ സംശയമുള്ള അവയവം കേൾക്കുകയും അതിന് ശേഷമുള്ള അതിന് ബാക്കിയുള്ളതും അവൻ പൂർത്തീകരിക്കേണ്ടതാകുന്നു. കാരണം തെർത്തീബ് നിർബന്ധമാണല്ലോ. അപ്പോൾ ആ സംശയമുള്ളത് കൈയാണെങ്കിൽ ആ കൈയും അതിന് ശേഷമുള്ള തലതടവലും കാല് കൈകളും അവൻ നിർവഹിക്കണം എന്നുള്ളതാണ്. വുളുവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് സംശയം കൈ കഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ തല തടവിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ എന്നതിന് സംശയം നോക്കാം വുളുവിൻ്റെ, എങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ളതാണ് മസല. ഇനി നമ്മൾ പറഞ്ഞു അവൻ കാല് കഴുകുന്ന സമയത്ത് മുഖം കഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൈ കഴുകിയിട്ടുണ്ടോ എന്നുള്ള സംശയം വരുമ്പോൾ അവിടെ കൈ കഴുകി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും മുഖം കഴുകി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാക്കണോ ഇല്ല എന്നുള്ള സംശയം എന്നുണ്ടെങ്കിൽ ആ സംശയത്തിന് കുഴപ്പമില്ല. അവന് പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, മടക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം കൈ കഴുകി തുടങ്ങിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മുഖം കഴുകി തുടങ്ങിയിട്ടുണ്ടെന്നോ അവനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, വീണ്ടും രണ്ടാമത് മുഖം കഴുകുക അല്ലെങ്കിൽ കൈ കഴുകേണ്ട ആവശ്യമില്ല. മുഖം കഴുകി തുടങ്ങിയിട്ടുണ്ടെന്നില്ല അല്ലെങ്കിൽ കൈ കഴുകി തുടങ്ങിയതായിട്ട് തന്നെ അവനക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ സംശയമാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ അവയവം കഴുകുകയും അതിനുശേഷമുള്ളത് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 6 ഫർളുകളാണ് നമ്മൾ പറഞ്ഞത്. 1 നിയ്യത്ത്, 2 മുഖം കഴുകുക, 3 കൈകൾ കഴുകുക, പിന്നെ 4 തല തടവുക, 5 കാല് കഴുകുക, 6ാമത്തത് തെർത്തീബ് ഈ ഓർഡറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി പറയാനുള്ള നമുക്ക് വുളുവിൻ്റെ സുന്നത്തുകളാണ്. വുളുവിൻ്റെ സുന്നത്തുകളുണ്ട്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കാരണം ഏത് അമൽ ചെയ്യുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നതാണല്ലോ, അതുകൊണ്ട് വുളു എടുക്കുമ്പോഴും ബിസ്മി ചൊല്ലണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യേണ്ടതാകുന്നു. അതൊക്കെ എന്ത് ചെയ്യാൻ വരുന്നത്. ഇനി ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഒരാൾ ഇടയിൽ ഓർമ്മ വരികയാണെങ്കിൽ ബിസ്മില്ലാഹി വ ആഖിറുഹു എന്നുള്ളത് ചെല്ലാവുന്നതാണ് എന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മുൻകൈ കഴുകുക എന്നുള്ളതാണ്. മുൻകൈ കഴുകുക, അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മിസ്വാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഒരമുള്ള എന്തെങ്കിലും ആയിരിക്കണം, എന്നാൽ ബ്രഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ശീല കഷ്ണമെങ്കിലും വെച്ചിട്ട് മിസ്വാക്ക് ചെയ്യണമെന്നാണ്. സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ ആ മിസ്വാക്കിൻ്റെ കൂലി കിട്ടുന്നതില്ല. മിസ്വാക്ക് ചെയ്യുക എന്നുള്ള ആ സുന്നത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ സ്വന്തം വിരൽ കൊണ്ട് ചെയ്താൽ അത് കിട്ടുന്നതല്ല. എന്തെങ്കിലും ശീല കഷ്ണമെങ്കിലും ഉപയോഗിച്ചിട്ട് മിസ്വാക്ക് ചെയ്താലേ അതിൻ്റെ കൂലി കിട്ടുകയുള്ളൂ എന്നതാണ്. മാത്രമല്ല വുളു എടുക്കുമ്പോൾ മാത്രമല്ല മിസ്വാക്ക് സുന്നത്തുള്ളത്, നിസ്കാരത്തിന് മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വുളു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നതിന് പുറമെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താകുന്നു. അപ്പം ബ്രഷ് എടുത്ത് ഇങ്ങനെ പല്ല് തേക്കണമെന്നില്ല. സാധാരണ ആളുകൾ അറാക്കൊക്കെ ഉപയോഗിക്കും. അറാക്കുള്ള ആളുകളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് പല്ല് തേക്കും അല്ലെങ്കിൽ അത് മിസ്വാക്ക് ചെയ്യും. അപ്പോൾ അതൊരു സുന്നത്താകുന്നു എന്നുള്ളതാണ്. ഏതായാലും അടുത്ത സുന്നത്താണ് മൽമൽത്ത് ഇസ്തിൻഷാക്ക്, വായിൽ വെള്ളമാക്കുന്നതും ഇസ്തിൻഷാക്ക് മുഖത്തേക്ക് മൂക്കിലേക്ക് വെള്ളം ആക്കി ചുറ്റുന്നതും അതും അതിന് സുന്നത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മൽമൽത്തിലും ഇസ്തിൻഷാക്കിലും ഏറ്റവും സുന്നത്തായ രൂപം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, കോരെടുക്കുക മൽമൽത്ത് ഇസ്തിൻഷാക്കും, അടുത്ത് കോരെടുക്കുക മൽമൽത്ത് ഇസ്തിൻഷാക്ക്, അടുത്ത് കോരെടുക്കുക മൽമൽത്ത് ഇസ്തിൻഷാക്ക്, ഇങ്ങനെ 3 എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കോരിയിലായിട്ടാണ് ചെയ്യുന്നതാണ്
സുന്നത്തുള്ളത്. അതേപോലെ തന്നെ തല മുഴുവനായിട്ടും തടവുക. അടുത്ത സുന്നത്താണ് തല മുഴുവനായിട്ടും തടവുക. ഞാൻ നേരത്തെ പറഞ്ഞു, തല ജസ്റ്റ് തടവിൽ, നിർബന്ധമായത് തലയിൽ ഏതെങ്കിലും ഒരു ഭാഗം തടവിലുള്ളൂ എങ്കിലും തല മുഴുവൻ തടവിലേ അത് സുന്നത്തായ ഒരു കാര്യമാകുന്നു. അതുകൊണ്ട് തല തടവുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, തല ഇങ്ങനെ എന്ത് ചെയ്യാം, തടവിയിട്ട് ബാക്കിൽ വരേക്കും. എന്നാൽ നമ്മുടെ ഈ വിരലുകൾ ഇവിടെ വെച്ചിട്ട് തല ഇങ്ങനെ എന്ത് ചെയ്യാം, തടവുക. തടവിയിട്ട് ഇങ്ങനെ തിരിച്ചും ഇങ്ങനെ തടവണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് അങ്ങനെ സുന്നത്തുള്ളത്. സ്ത്രീകൾക്ക് പ്രശ്നമില്ല. കാരണം സ്ത്രീകളുടെ മുടി ഇങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വെക്കുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് പോരുന്നതല്ല, രണ്ട് ഭാഗത്തും തട്ടുന്നതല്ല. ആണുങ്ങളുടെ മുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് കാക്കി ഒരു ഭാഗത്ത് തട്ടും മുടിയുടെ, ഇത് തിരിച്ചിങ്ങോട്ടാക്കുമ്പോൾ മുടിയുടെ മറ്റേ ഭാഗത്തും തട്ടും. അതുകൊണ്ട് ആണുങ്ങൾക്ക് ഇങ്ങോട്ടും ആക്കൽ സുന്നത്താകുന്നു. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാക്കിലേക്ക് മാത്രമാക്കിയാൽ മതി. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടാക്കുമ്പോൾ ആ മുടിയുടെ മറ്റേ ഭാഗത്തേക്ക് വെള്ളം ആകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ബാക്കിലേക്ക് മാത്രം ആക്കിയാൽ മതി എന്നുള്ളതാണ് തല തടവുന്നതിൻ്റെ രൂപം. ഇനി മറ്റൊരു സുന്നത്താകുന്നു ചെവി രണ്ടും തടവ എന്നുള്ളത്. ചെവി തടവുന്ന രൂപം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ആ വഴിയിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യാം, വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അടിയിലെത്തിയിട്ട് ഈ തള്ള വിരൽ കൊണ്ട് ബാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്ന് മാത്രമല്ല അവസാനം ഈ ചെറിയ വിരൽ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ചെവിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം തട്ടുന്നു എന്നാണ്. കൃത്യമായും എല്ലാ ഉളുവിലും ഈ സുന്നത്തുകൾ പാലിച്ചു കഴിഞ്ഞാൽ അവന് ചെവിയൊക്കെ നല്ല വൃത്തിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെവി തടവലും എന്താണ്, സുന്നത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ കൈകളൊക്കെ ഒന്ന് ഉരച്ച് കൈകൾ സുന്നത്താകുന്നു. ഉരച്ച് കൈക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ചകിരിക്ക് ഉപയോഗിച്ചിട്ട് ഉരക്കണം എന്നില്ല. നമ്മൾ ഒതുക്കുമ്പോൾ വെറും വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കുന്നതിന് പകരമായിട്ട് കൈ കൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ ഒന്ന് ഉരക്കൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. മാലിക്കി മദ്ഹബ് പ്രകാരം അങ്ങനെ ഉരക്കൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. മറ്റു മദ്ഹബിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നമ്മൾ സുന്നത്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാകുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കട്ടിയുള്ള താടിയാണ് എന്നുണ്ടെങ്കിൽ ആ താടിയുടെ മുകളിലാണ് എന്ത് ചെയ്യുക, വുദൂക്ക് നിർബന്ധമുള്ളത്. മുകളിൽ ഭാഗത്തിലൂടെ ആ വെള്ളം ഒലിപ്പിക്കലാണ് നിർബന്ധമായത്. എങ്കിൽ പോലും ആ താടിയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളമാക്കൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിരലുകൾക്കിടയിലൊക്കെ എന്ത് ഇങ്ങനെ തഹ്ലിയത്ത് ചെയ്യൽ എന്ത് സുന്നത്തുള്ളതാകുന്നു. ഇങ്ങനെ തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ആ വിരലിട്ടിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളമാക്കൽ നിർബന്ധമാകുന്നു, സുന്നത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറത്ത് തഹജീൽ എന്ന് പറയും. പറഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിയുള്ള ഈ മുഖത്തിൻ്റെ പരിധിയുടെ അപ്പുറത്തേക്ക് കൂടി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കൈകൾ നിർബന്ധമാണ്, സുന്നത്താകുന്നു. അതേപോലെ കൈ കഴുകുന്ന സമയത്ത് ഈ മുട്ടിൻ്റെ മുകളിലേക്ക് കേൾക്കുന്നത് സുന്നത്താകുന്നു. കാല് കഴുകുമ്പോൾ നെരിയാണിക്കും കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി കൈകൾ സുന്നത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റു സുന്നത്തുകളാണ് എല്ലാം 3 എണ്ണം ചെയ്യാം. നിർബന്ധമായത് ഓരോന്ന് ചെയ്യൽ മാത്രമേ ഉള്ളൂ. മുഖം ഒരു വട്ടം കഴുകുക, കൈ ഒരു വട്ടം കഴുകുക, ഇതാണ് നിർബന്ധമുള്ളത്. എങ്കിൽ സുന്നത്താണ്. ഓരോന്ന് 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 3-ൽ കൂടുതലാക്കൽ കറാഹത്താകുന്നു. 4 പ്രാവശ്യം 5 പ്രാവശ്യം ആക്കൽ. കടലിൽ നിന്ന് ഒതുടുക്കുകയാണെങ്കിൽ പോലും പരന്നു കിടക്കുന്ന ധാരാളം വെള്ളമുള്ള കടലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പോലും ഉണ്ടാക്കുക എങ്കിൽ പോലും 4ാമത് പ്രാവശ്യം ചെയ്യൽ അത് കറാഹത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താകുന്നു തയാമൻ എന്ന് പറയും. വലത്തേതിനെ മുന്തിക്കുക. അപ്പോൾ വലത്തേതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ വലതും ഇടതും ചെയ്യേണ്ട കാര്യങ്ങളിൽ. അപ്പോൾ കൈ കഴുകുന്നത് വലതുണ്ട് ഇടതുണ്ട്, അതുകൊണ്ട് വലത്തേതിനെ മുന്തിക്കണം. കാല് കഴുകുമ്പോൾ വലതുണ്ട് ഇടതുണ്ട്, കാല് കഴുകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, വലതിനെ മുന്തിക്കണം എന്നുള്ളതാണ്. എന്നാൽ ചെവി തടവുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കണം എന്നില്ല. രണ്ടും ഒപ്പമാണ് തടവേണ്ടത്, രണ്ടും ഒരേ സമയത്ത് തടവേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുവാലാത്ത് നിർബന്ധമില്ല. വുദൂഇൽ മുവാലാത്ത് നിർബന്ധമില്ല, പക്ഷേ സുന്നത്താകുന്നു. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ വുദൂ എടുക്കുമ്പോൾ അത് മുഴുവനായിട്ടും ഒരേ സമയത്ത് തന്നെ എടുക്കുക. അങ്ങനെ മുഖം കേകി, കൈ കേകി, തല തടവി, കാലൊക്കെ കേൾക്കുന്നത് മുഴുവനായിട്ടും ഒരേ സമയത്ത് തുടരെ എന്ന് പറഞ്ഞാൽ തെർത്തീബ് നിർബന്ധമാണ്, ഓർഡറിൽ കൊണ്ടുവരൽ. പക്ഷെ ഒരേ സമയത്ത് തന്നെ എല്ലാം കൊണ്ടുവരൽ നിർബന്ധമില്ല. ഒരാൾ മുഖം കേകി കൈയും കേകിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കാല് കേൾക്കി നിൽക്കാം. എന്നാലും വുദൂ ശരിയാവുന്നതാണ്. കാരണം മുവാലാത്ത് സുന്നത്തേ ഉള്ളൂ. പക്ഷേ എല്ലാം ഒരേ സമയത്ത് കൊണ്ടുവരലാണ് സുന്നത്ത്. മുവാലാത്ത് എന്ന രീതിയിൽ സുന്നത്താണ്, അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ കൊണ്ടുവരാം. അപ്പോൾ വുദൂ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരേക്കും ഒരേ സ്ഥലത്ത് തന്നെ വുദൂ എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു പൈപ്പിൽ നിന്ന് ഒരാൾ മുഖം കേകി പിന്നെ കൈ കേകി തല തടവിന് ശേഷം കാല് കേൾക്കാനോട് നമ്മൾ സിങ്ക് എന്നൊക്കെയാണ് വുദൂ എടുക്കുന്നതെങ്കിൽ കാല് കേൾക്കാനോട് സൗകര്യം ഉണ്ടായിക്കോളുന്നില്ല. കാല് കേൾക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഹൗദും കരയിൽ പോയിട്ട് അവിടുന്ന് കാലുമുക്ക് വെള്ളം പാർന്നാൽ വുദൂ ശരിയാവുന്നതാണ്. കാരണം മുവാലാത്ത് സുന്നത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, നിർബന്ധമില്ല, വുദൂ ശരിയാവുന്നതാണ്.
അതേപോലെ തന്നെ അവൻ്റെ മടമ്പ്, അതേപോലെ തന്നെ ഈ കണ്ണിൻ്റെ പീള, അങ്ങനത്തെ ഓരോ ചുളിഞ്ഞ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കേൾക്കലൊക്കെ എന്താണ് സുന്നത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ വുളു ചെയ്യുമ്പോൾ ഇസ്തിഖ്ബാൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടൽ എന്താണ്, ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്തായൊരു കാര്യമാണ്. ഖിബ്ലക്ക് മുന്നിട്ട് വുളു ഉണ്ടാക്കൽ സുന്നത്തായൊരു കാര്യമാകുന്നു. അതേപോലെ തന്നെ സംസാരിക്കാൻ പാടില്ല വുളുവിൻ്റെ സമയത്ത്. ഏതാനും കുറേ ദിക്റുകളൊക്കെ ചെല്ലാനുണ്ട്. അതല്ലാതെ അല്ലാത്ത സമയത്ത് ഇനി ദിക്ർ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും, ദിക്ർ ചെല്ലുന്നില്ലെങ്കിൽ പോലും സംസാരിക്കൽ കറാഹത്താണ്. സംസാരം ഒഴിവാക്കൽ സുന്നത്താകുന്നു. അതേപോലെ തന്നെ വുളു ഉണ്ടാക്കിയതിന് ശേഷം ഒരു മുണ്ട് ഉപയോഗിച്ചോ തോർത്ത് ഉപയോഗിച്ചിട്ടോ മുഖം അതുപോലെ തന്നെ കൈയൊക്കെ തോർത്താൻ പാടില്ല, അത് കറാഹത്താകുന്നു. അങ്ങനെ തോർത്താതിരിക്കലാകുന്നു സുന്നത്ത് എന്നുള്ളതാണ്. അങ്ങനെ വുളു ഉണ്ടാക്കിയതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചെല്ലുന്നതും അതേപോലെ തന്നെ ദുആ ഉണ്ട്, ദുആ ചെല്ലൊക്കെ സുന്നത്താകുന്നു എന്നുള്ളതാണ്. അതേപോലെ വുളു എടുത്തതിന് ശേഷം വുളുവിന് ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം കുറച്ച് കുടിക്കൽ സുന്നത്താകുന്നു. നോമ്പുകാർക്കല്ലാത്തവർക്ക് നോമ്പിൻ്റെ സമയത്ത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നോമ്പുകാരല്ലാത്തവർക്ക് അതിൻ്റെ ബാക്കി വെള്ളം കുറച്ച് കുടിക്കൽ സുന്നത്താകുന്നു എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് സമയം കഴിയാനൊക്കെയാണ്, ളുഹറിൻ്റെ സമയം 4 മണിക്ക് അസർ ബാങ്ക് കൊടുക്കുകയാണ്, 3:50 ആയിട്ടുണ്ട് അല്ലെങ്കിൽ 3:55 ആയിട്ടുണ്ട് എന്നൊക്കെ, 5 മിനിറ്റ് സമയം അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായി മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു വട്ടം മാത്രം മുഖം കഴുകുക, സുന്നത്തുകളൊന്നും എടുക്കാതെ നിർബന്ധമായത് മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ്. കാരണം സുന്നത്തുകളൊക്കെ എടുക്കാൻ നിന്നാൽ അവൻ നിസ്കാരം ഖള ആയി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായത് ഒരു വട്ടം മുഖം കഴുകുക, ഒരു വട്ടം കൈ കഴുകുക, അങ്ങനെ തല തടവുക, കാലും കഴുകുക, നേരെ നിർബന്ധമായത് മാത്രം വുളുവിൽ നിർബന്ധമായും ചെയ്യേണ്ടത് മാത്രം എടുത്തിട്ട് അവൻ എന്ത് ചെയ്യണം, നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ്. കാരണം എല്ലാ സുന്നത്തും എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം പിന്നെ ഖള ആയി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ മേൽ നിർബന്ധമാണ് ഇങ്ങനെ വുളുവിനെ ചുരുക്കലും പെട്ടെന്ന് തന്നെ നിസ്കരിക്കലും. ഇനി അതേപോലെ കുറഞ്ഞ വെള്ളമുള്ളൂ. കുറേ ആളുകളുണ്ട്, ഒരു യാത്രയിലേക്കൊക്കെ പോകണം, കുറേ ആളുകളുണ്ട്, എല്ലാവർക്കും വേണമെങ്കിൽ വുളു എടുക്കാൻ കുറഞ്ഞ വെള്ളമുള്ളൂ എന്നൊക്കെ. അങ്ങനെയുണ്ടെങ്കിൽ അയാൾ എല്ലാ സുന്നത്തും എടുത്ത് വെള്ളം കളയാൻ പാടില്ല. നിർബന്ധമായത് മാത്രം എടുക്കുന്ന കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് നിർബന്ധമായത് മാത്രം എടുത്ത് വുളു എടുക്കണം. കാരണം എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള വെള്ളമായതുകൊണ്ട് കുറഞ്ഞ വെള്ളം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിർബന്ധമായത് മാത്രമേ അവനെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ഇനി ജമാഅത്ത് നടക്കുന്നുണ്ട്. ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാം, വുളു എടുക്കുമ്പോൾ നിർബന്ധം മാത്രം ചെയ്തിട്ട് വേണം ജമാഅത്തിൽ പങ്കെടുക്കുക. സുന്നത്താണ് ഇവനക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചുരുക്കൽ, വുളുവിനെ നിർബന്ധത്തിലേക്ക് മാത്രം ചുരുക്കൽ സുന്നത്താകുന്നു. അതെ, നിർബന്ധമൊന്നുമില്ല. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജമാഅത്ത് പോട്ടെ, അടുത്ത ജമാഅത്തിൽ പങ്കെടുക്കാമെന്നോ അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, എല്ലാ സുന്നത്തൊക്കെ എടുത്തിട്ടാണ് അവൻ എന്ത് ചെയ്തത്, വുളു എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ മേൽ അവനക്ക് സുന്നത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, വുളുവിനെ ചുരുക്കുക, നിർബന്ധത്തിലേക്ക് മാത്രം ചുരുക്കുക, എന്നിട്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാകുന്നു. അപ്പോൾ വുളുവിൻ്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞു, വുളുവിൻ്റെ ഫർളുകൾ നമ്മൾ പറഞ്ഞു, വുളുവിൻ്റെ സുന്നത്തുകളും നമ്മൾ പറഞ്ഞു. ഇനിയും ഏതാനും സുന്നത്തുകളും ഇടയിൽ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഷറഹുകളിലൊക്കെ പറയുന്നുണ്ട്, കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ദിക്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഒരു ഇതിലേക്ക് തയമ്മും അതേപോലെ തന്നെ വുളു മുറിയുന്ന കാര്യങ്ങൾ, ഇത് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിനാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.